ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ട് കണ്ടിട്ട് കുറേ ആയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കോളേജിൽ പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. രാവിലെ ആയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:36. ഞാനുള്ള കൊല്ലത്ത് നിന്ന് 7:30 ആകുമ്പോൾ പോയാൽ എനിക്കൊരു 8 മണിക്കുള്ള ട്രെയിൻ കിട്ടി. 9:30 എവിടെ പിടിച്ചിട്ടില്ലേ, 9 മണിയാകുമ്പോൾ കായംകുളത്ത്. സോ നമുക്കൊരു അത് മാത്രമല്ല, ഇന്ന് എൻ്റെ കയ്യിൽ ഞാൻ പയ്യെ പറയുന്ന രാവിലെ ആയതുകൊണ്ടാട്ടോ. പിന്നെന്തുവായിരുന്നു എന്തോ പറയുന്നു ഒരു അങ്ങനെ ഐറ്റംസ് ഒന്നും കയ്യിലില്ലാതെ, ലൈക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും കയ്യിലില്ലാത്തൊരു ഗെറ്റ് റെഡി വിത്ത്. കാരണം എൻ്റെ കുറേ ഐറ്റംസ്, കുറേ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ യൂഷ്വലി യൂസ് ആക്കുന്ന കുറച്ച് ഐറ്റംസ്, എൻ്റെ ബ്ലഷും സാധനങ്ങളൊക്കെ പാത്തുവിൻ്റെ കയ്യിലാണ്. സോ അതൊന്നും നമ്മൾ ഇന്ന് യൂസ് ആക്കുന്നില്ല. ഒന്നുമില്ലാതെ എങ്ങനെ വിളിക്കാമെന്ന് ഞാനിത് കാണിച്ചിരുന്നു. ഓക്കെ, സോ അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആക്കിയായിരുന്നു. ആക്കാത്തവരൊക്കെ കൂടിപ്പോയി വേഗം ആക്കുക. പിന്നെന്താ, അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. വലിയ ഡ്രസ്സൊന്നുമില്ല, സാധാ ഒരു ജീൻസിൻ്റെ കൂടെ ഇടുന്നൊരു കംഫർട്ട് ഡ്രസ് ഗായ്സ്. ഇനി ഞാൻ മുടി കെട്ടിയിട്ട് വരാം. എനിക്കിത് നോക്കി കെട്ടാൻ അറിയത്തില്ല. സോ ഞാൻ മുടി കെട്ടിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നേരെ മനസ്സിൽ കാണിച്ചു തരട്ടെ. ഉണ്ട്, കണ്ടോ, ഇതിൽ നല്ല പകലായിട്ട് തോന്നും. ആക്ച്വലി അങ്ങനെയല്ല. ഓക്കെ, നമുക്കിനി റെഡി ആയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഞാൻ മുടി കെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് സ്കിൻ മേക്കപ്പ്. ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ അതിന് എന്തൊഴിക്കുന്നത്. സൺസ്ക്രീൻ നമ്മൾ ഇടാം. സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. മുകളിൽ കിളികളുണ്ട്, അതിൻ്റെയാണ്. 2 ഫാൻ. ഓക്കെ, ഇനി സൺസ്ക്രീൻ കഴിഞ്ഞാൽ എൻ്റെ വേറെ പല ഐറ്റംസും ഇല്ലാത്തതിനാൽ നമ്മൾ പൗഡർ ഇടാൻ പോകും. ബേബി പൗഡർ കാലിയ ഗൈസ്. എന്നാലും എനിക്ക് ഇല്ലേ ഒന്നുമില്ല, കാല് മാത്രമേ പൗഡർ. ബേബി പൗഡർ എനിക്കിഷ്ടം. ഒന്നും ഞാൻ തുറന്നില്ലായിരുന്നു കേട്ടോ. ഡാർക്ക് സർക്കിൾസ് എൻ്റെ കൂടെ പോയി കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ഐലൈനർ ഒരേ പോലെ 2 ഐലൈനർ ഒരു വർക്കിന് വേണ്ടി മേടിച്ചു. ആ ചട്ടിനെ പറ്റിച്ചിട്ട് പോയി, അവന് വേണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഐലൈനർ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമോ. ഐലൈനർ വരച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഐലൈനർ വരച്ചു. ഇനി എന്താ, എൻ്റെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. കാരണം എൻ്റെ ലിപ്സ്റ്റിക് പോലും അതിൽ കഴിയില്ല ഗൈസ്. ഒന്നും ഇങ്ങനെ ലിപ് ബാം തീർന്നു. ഞാൻ തോണ്ടി കിടണം, തരികയാണ് കൊച്ചിടണം. ആൻഡ് ഈ ഡ്രസ്സിന് നമ്മൾ ഈ കൈ എക്സ്റ്റെൻഡർ രാവിലെ ആയാൽ ഇത് പതിനാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഉച്ചാമ്മ എന്നെ ഫുഡ് കഴിക്കാൻ വരാൻ വിളിച്ചത്. ഞാനിപ്പോൾ ഉച്ചാമ്മയുടെ വീട്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പെർഫ്യൂം കഴിക്കാം. ഇതെൻ്റെ സ്നേഹത്തോടുള്ള എൻ്റെ ബ്രദർ, എൻ്റെ കസ്റ്റമറാണ്. പക്ഷേ എനിക്കത് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പെർഫ്യൂം കണ്ടുകളല്ല, ബട്ട് എനിക്കതിൻ്റെ ഗിഫ്റ്റ് കിട്ടും. എൻ്റെ റിലേറ്റീവ്സും നല്ല മണമാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് ഓക്കെ. അപ്പം ഞാൻ ലിബാമുള്ള ഒന്നുമില്ല, ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ കോളേജിലല്ലേ, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും കാര്യപാട് ചെഞ്ചി വെച്ചു. സോ നോ ഇഷ്യൂസ്. 4 ഉണ്ട്. ആൻഡ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ ലേഡി ഉണ്ട്, അതെല്ലാം കഴിക്കുന്നില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ
അപ്പം എന്താ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കണ്ടൻറ്റ് എനിക്ക് പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യാനാ? എക്സാമൊക്കെ ആണ്, എക്സാമൊക്കെ ആക്കിയാൽ ഒന്നും നടക്കത്തില്ല. അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂട്യൂബിലിട്ട് ഗിവ് അവേയുടെ വിന്നറിന് ഞാൻ വിന്നറിനെ ഇൻസ്റ്റാഗ്രാമിൽ ഞായറാഴ്ച തന്നെ ആയിരിക്കും സെലക്ട് ആക്കുക. സോ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്താ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ. നിങ്ങളുടെ കമൻസൊക്കെ താഴെ പറയണേ കേട്ടോ. ബൈ.